നമസ്കാരം. ഇന്ന് സംസാരിക്കുന്നത് ഒത്തിരി ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 25 സെൻറ്റ് സ്ഥലമുണ്ടെന്ന് കരുതുക. എങ്ങനെയാണ് ആ 25 സെൻറ്റ് സ്ഥലം നിങ്ങളുടെ 3 മക്കൾക്ക് തുല്യമായി ഭാഗിച്ചു കൊടുക്കുന്നതെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പല ഷേപ്പിൽ പല രൂപത്തിൽ കിടക്കുന്ന പ്ലോട്ടിനെ എങ്ങനെ നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഭൂമിയുണ്ട്, അതിനെ നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്ലോട്ടുകളാക്കി 5 സെൻറ്റും 10 സെൻറ്റൊക്കെ ഉള്ള പ്ലോട്ടുകളാക്കി സെയിൽ ചെയ്യുന്ന ആവശ്യത്തിനാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ ഒരു സ്ഥലത്തെ ഡിവൈഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും സിവിൽ എഞ്ചിനീയർ മലയാളം എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് എഞ്ചിനീയർ മുഹമ്മദ് റാഫി എന്നാണ്. ഞാനൊരു പ്രൊഫഷണൽ സിവിൽ എഞ്ചിനീയറാണ്. സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ നടത്തുന്ന ഡ്രോയിങ് ക്ലാസ് അതിൻ്റെ ശരിയായ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ എത്രത്തോളം സിമ്പിളായിട്ട് മനസ്സിലാവുന്നോ അത്രത്തോളം സിമ്പിളായിട്ട് പച്ച മലയാളത്തിൽ ഒരു സ്ഥാപനം നടത്താൻ ആവശ്യമായിട്ടുള്ള ആർക്കിടെക്ചറൽ ഡ്രോയിങ്, സ്ട്രക്ചറൽ ഡ്രോയിങ്, ഇലക്ട്രിക്കൽ ഡ്രോയിങ്, കേസ്മാർട്ട് ഡ്രോയിങ് തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനത്തിലേക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങും വളരെ കുറഞ്ഞൊരു ഫീസിൽ ലൈഫ് ടൈം ആക്സസോടുകൂടെ ഞാൻ പഠിപ്പിച്ച് നൽകുന്നുണ്ട്. സോ പണി അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രോയിങ് അത്ര വശമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റ് ഒന്ന് നോക്കുക. ഇതിൻ്റെ കോഴ്സിൻ്റെ ലിങ്കും അതിൻ്റെ ഫീസും ഡീറ്റെയിൽസും എല്ലാം ഫസ്റ്റത്തെ കമൻറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഓട്ടോക്യാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ മുമ്പ് കണ്ടെങ്കിലും പരിചയമുള്ള ആളുകൾക്കാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. കാരണം നമ്മളിത് ചെയ്യുന്നത് ഓട്ടോക്യാഡ് സോഫ്റ്റ്വെയറിനകത്താണ്. കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഉദാഹരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്കൊരു സാമ്പിൾ ഡ്രോയിങ് എടുക്കാം. നോക്കൂ, നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു പ്ലോട്ടിൻ്റെ സ്കെച്ചാണ്. നമ്മൾ സ്ഥലം മേടിക്കുന്ന സമയത്ത് ആധാരത്തിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു സ്കെച്ചാണിത്. ഇത്തരത്തിലുള്ള ഒരു സ്കെച്ച് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ ഓട്ടോക്യാഡിലേക്ക് പകർത്തി വരയ്ക്കണം എന്നുള്ള കാര്യം നമുക്ക് ആദ്യം പഠിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സ്കെച്ച് ഒന്ന് പരിശോധിക്കാം. സ്കെച്ചിൻ്റെ എല്ലാ അതിരളവുകളും ഇതിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മീറ്ററിലുള്ള അളവുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 80.4 മീറ്ററാണ് ഈ ഒരു വശത്തിൻ്റെ ED എന്ന് പറയുന്ന വശത്തിൻ്റെ നീളം വരുന്നത്. 50.6 മീറ്റർ CD എന്ന് പറയുന്ന വശത്തിന് അളവ് വരുന്നു. അങ്ങനെ ഓരോ വശവും അടയാളപ്പെടുത്തിയിരിക്കുന്നു. വശങ്ങൾ മാത്രമല്ല, ഇവിടെ ഇതേ രീതിയിൽ ട്രയാങ്കിൾ ഷേപ്പിൽ അല്ലെങ്കിൽ ഡയഗണൽസ് വരച്ചിട്ട് അതിൻ്റെ അളവുകൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു പ്ലോട്ടിൻ്റെ ഓരോ ബെൻഡിലും മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഇതേപോലെ കണക്റ്റ് ചെയ്തിട്ട് ഈ പ്ലോട്ടിനെ നിരവധി ത്രികോണങ്ങളാക്കി ട്രയാങ്കിളാക്കി തിരിച്ചുകൊണ്ടാണ് ഇവിടെ അളവുകൾ വരച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു അളവ് ലഭിക്കുമ്പോഴാണ് നമുക്കത് വളരെ എഫക്റ്റീവായിട്ട് ഓട്ടോക്യാഡിലേക്ക് പകർത്തി വരയ്ക്കാൻ സാധിക്കുക. എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ള കാര്യം ഞാനൊന്ന് കാണിച്ചു തരാം. അതിന് നമുക്ക് ഈ ഒരു ഇമേജ് ആദ്യം ഓട്ടോക്യാഡിനകത്തേക്ക് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് ഓട്ടോക്യാഡിൻ്റെ കമാൻഡ് പാനൽ, കമാൻഡ് ടൈപ്പ് ചെയ്യുന്ന ഭാഗം ദാ ഇവിടെയാണ്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അറ്റാച്ച് എന്ന് ടൈപ്പ് ചെയ്യുക. ATTACH എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇതിൽ നമ്മളുടെ പ്ലോട്ടിൻ്റെ ചിത്രം, സ്കെച്ച് എന്ന് പറയുന്ന ഭാഗം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്കെയിൽ എന്ന് പറയുന്ന ഭാഗം ഇത് അൺടിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്നത് അവിടെ നമ്മളുടെ ആ ചിത്രം ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതിനകത്ത് നോക്കിയിട്ട് ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഡ്രോയിങ്ങുകൾ വരയ്ക്കുക എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ED എന്ന് പറയുന്ന ഈ ഒരു വശം 80.4 മീറ്റർ ആണ്. സോ ഇതിൻ്റെ ഇൻസേർഷൻ യൂണിറ്റ് എന്ന് പറയുന്ന ഭാഗം, ഓട്ടോക്യാഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് UN എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാം. യൂണിറ്റിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഇൻസേർഷൻ സ്കെയിൽ എന്ന് പറയുന്ന ഭാഗം മില്ലിമീറ്ററിൽ നിന്നും മീറ്ററിലേക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ അടിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒരു ലൈൻ ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം F8 കീ, കീബോർഡിനകത്ത് F8 കീ അമർത്തുക. അപ്പം നിങ്ങൾ വരയ്ക്കുന്ന ലൈൻസ് എല്ലാം സ്ട്രെയിറ്റ് ലൈനായിട്ട് മാത്രമേ പോവുള്ളൂ. അതിൽ 80.4 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കീബോർഡിൽ തന്നെ എസ്കേപ്പ് കീ ഉണ്ട്. എസ്കേപ്പ് കീ അമർത്തിയാൽ ആ 80.4 മീറ്റർ എത്രത്തോളം ലെങ്ത് ഉണ്ടെന്ന് ഇവിടെ കാണാം.
ഇനി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇയും ഡിയും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ ബി എന്ന് പറയുന്ന പോയിന്റാണ്. അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ ഇയിൽ നിന്നും 56.4 മീറ്റർ അകലത്തിലും ഡിയിൽ നിന്ന് 60.4 മീറ്റർ അകലത്തിലുമാണ് നമുക്ക് ബി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സർക്കിൾ ടൂളാണ് എടുക്കേണ്ടത്. നോക്കൂ, മുകളിൽ സർക്കിൾ എന്ന് പറയുന്ന ഭാഗത്ത് ഈ സർക്കിൾ ടൂൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം 56.4 എന്ന് ടൈപ്പ് ചെയ്യുക. അതേപോലെ ഇവിടെ ഈ ഡി ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം 60.4 വീണ്ടും സർക്കിൾ എടുക്കുന്നു. ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് 60.4 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് സർക്കിളുകളും തമ്മിൽ കൂട്ടിമുട്ടുന്നൊരു പോയിന്റ് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഈ പോയിന്റ് ആയിരിക്കും നമ്മളുടെ ബി എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ നിന്നും ലൈൻ ടൂൾ എടുത്തിട്ട് ഈ പോയിന്റിൽ നിന്നും ഇതിലേക്കും കണക്ട് ചെയ്യുക. ഇത്രയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ്കേപ്പ് കീ അടിക്കാം. മാത്രമല്ല നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന രണ്ട് സർക്കിൾസും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രയാങ്കിൾ കൃത്യമായിട്ട് ഓട്ടോക്യാഡിൽ വരയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ സി എന്ന് പറയുന്ന പോയിന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ബിയിൽ നിന്ന് 32.2, ഡിയിൽ നിന്ന് 50.6. എന്ത് ചെയ്യണം? സർക്കിൾ എടുക്കണം. ഈ പോയിന്റിൽ നിന്നും 32.2ഉം ഇവിടെ നിന്നും 50.6ഉമാണ് നമുക്ക് വേണ്ടത്. ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. വീണ്ടും സർക്കിളുകൾ കൂട്ടി നിർത്തുന്ന പോയിന്റ് നമ്മൾ ലൈൻ ഉപയോഗിച്ചിട്ട് ഇതേപോലെ കണക്ട് ചെയ്യുന്നു. നമ്മളുടെ പണി അവസാനിച്ച് കഴിഞ്ഞാൽ എസ്കേപ്പ് അടിക്കുക. അതിനുശേഷം രണ്ട് സർക്കിളുകളും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സി എന്ന് പറയുന്ന പോയിന്റ് കിട്ടി, ബി കിട്ടി, ഡി കിട്ടി, ഇ കിട്ടി. ഇനി വേണ്ടത് എ വേണം. അതേപോലെ ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു എഫ് എന്ന് പറയുന്ന പോയിന്റ് വേണം. ബിയിൽ നിന്ന് 48.6ഉം ഇയിൽ നിന്ന് 24ഉമാണ് നമുക്ക് വേണ്ടത്. സർക്കിൾ എടുക്കാം. ഇവിടെ നിന്ന് 48.6 എന്ന് പറയുന്ന സർക്കിൾ വരയ്ക്കാം. വീണ്ടും സർക്കിൾ എടുക്കാം. ഇവിടെ നിന്നും 24 എന്ന് പറയുന്ന സർക്കിൾ, 24 മീറ്റർ റേഡിയസ് വരുന്നൊരു സർക്കിൾ നമുക്ക് വരയ്ക്കാം. അതിനുശേഷം ഇവിടുന്ന് ലൈൻ എടുക്കുന്നു. സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ഈ ഒരു കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്ക് വരുന്നു. ഇവിടെ കണക്ട് ചെയ്യുന്നു. എസ്കേപ്പ് കീ അടിച്ചതിന് ശേഷം മറ്റ് രണ്ട് സർക്കിളുകളും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പോയിന്റ് കൂടെ ആവശ്യമുണ്ട്. ഇവിടെ എഫ് എന്ന് പറയുന്ന പോയിന്റ് ആണ് എയിൽ നിന്നും ഇയിൽ നിന്നും ലെങ്ത് വരുന്നത്. എയിൽ നിന്ന് 20.6, ഇയിൽ നിന്ന് 12.8. അത് ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ 20.6 കൊടുക്കുന്നു. വീണ്ടും സർക്കിൾ എടുക്കുന്നു. ഈ പോയിന്റിൽ നിന്നും 12.8 ടൈപ്പ് ചെയ്തൊരു സർക്കിൾ വരയ്ക്കുന്നു. പിന്നീട് ഒരു ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്ക് കണക്ട് ചെയ്യാം. എസ്കേപ്പ് കീ അമർത്തിയതിനു ശേഷം രണ്ട് സർക്കിളുകളും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് ആ ഒരു സൈറ്റ് വളരെ കൃത്യമായിട്ട് ഓട്ടോക്യാഡിലേക്ക് വരയ്ക്കാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലോട്ട് എത്ര സെന്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഏക്കർ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇവിടെ നിന്നും പോളിലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഈ ഒരു പ്ലോട്ടിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ വരുന്ന പോയിന്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഔട്ടർ ലൈനിൽ വരുന്ന ഓരോരോ പോയിന്റുകളിലായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊണ്ടുവരിക. നോക്കൂ, ഓരോരോ പോയിന്റുകളിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വരിക. നമ്മൾ തുടങ്ങിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ നിങ്ങൾക്ക് കമാൻഡ് പാനലിൽ നിന്നും ക്ലോസ് എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ കീബോർഡിൽ സി എന്നത് ടൈപ്പ് ചെയ്ത് അമർത്തിയതിന് ശേഷം എൻ്റർ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നീട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊരു ഒറ്റ പോളി ലൈനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നും പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതേപോലൊരു വിൻഡോ കിട്ടും. ആ വിൻഡോയിൽ ഇതിൻ്റെ ഏരിയ എത്രയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. 33.53.5202 എന്നുള്ളതാണ് ഇവിടുത്തെ ഏരിയ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ മീറ്ററിൽ വരച്ചത് കൊണ്ട് ഇതിന് ഏരിയ ലഭിക്കുന്നത് സ്ക്വയർ മീറ്ററിലായിരിക്കും. പോലെ ഈ ഒരു അളവിനെ നമുക്ക് ഇവിടേക്ക് മാറ്റി എഴുതാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് എടുത്തു. അതിനുശേഷം ഇവിടെ ടെക്സ്റ്റിൽ ടോട്ടൽ ഏരിയ എന്ന് നമ്മൾ കൊടുത്തു. ഈക്വൽ ടു 33.52.02 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. സ്ക്വയർ മീറ്ററിൽ വരുന്ന അളവാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നോക്കൂ, നമുക്ക് കാണാതെ പഠിച്ചിരിക്കേണ്ട ഒരു അളവാണ്. 1 സെൻറ്റ് എന്ന് വെച്ചാൽ 40.47 സ്ക്വയർ മീറ്റർ ആണ് എന്നുള്ളത്.
അപ്പോൾ നമുക്ക് 32.53.5202 സ്ക്വയർ മീറ്റർ കിട്ടിയാൽ അത് എത്ര സെൻറ്റാണ് എന്ന് കണക്കാക്കാൻ നമ്മളുടെ കാൽക്കുലേറ്റർ എടുത്തതിന് ശേഷം അതിൽ 33.5202 ഡിവൈഡഡ് ബൈ 4047 എന്ന് കൊടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു കാൽക്കുലേഷൻ നമുക്ക് കൃത്യമായിട്ട് ഓട്ടോ ക്യാഡിൽ തന്നെ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്കൊരു കാൽക്കുലേറ്ററിൻ്റെ സിമ്പിൾ കാണാം. കണ്ടില്ലേ? ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോ ക്യാഡിൽ ഒരു കാൽക്കുലേറ്റർ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം. അതിൽ നമ്മളുടെ ആ ഒരു പ്ലോട്ടിൻ്റെ ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് സ്ക്വയർ മീറ്ററിലുള്ള അളവാണ്. അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിറ്റ് കൺവേർഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. ചിലപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെയുള്ള ഡ്രോപ്പ് ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഡെവലപ്പ് ചെയ്യാം. ഇതിനകത്ത് യൂണിറ്റ് ടൈപ്പ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ ഏരിയ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ആദ്യം സ്ക്വയർ മീറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മളിത് വരച്ചിരിക്കുന്നത് സ്ക്വയർ മീറ്ററിലാണ്. രണ്ടാമത്തെ യൂണിറ്റ് നമുക്ക് ഇവിടെ ഇതിനകത്ത് ഏക്കർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കാണുന്ന ക്വാണ്ടിറ്റിയെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കോപ്പി ഓപ്ഷൻ കാണാം. അതിവിടെ വന്നിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് പേസ്റ്റ് ആവുന്നത് കാണാം. 32.53.5202 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ 79.90 സെൻറ്റ് ആണെന്ന് കാണാം. ഏക്കറിൻ്റെ കണക്ക് വരുന്നു 0.7990 ഏക്കർ വരുന്നു. ഒരു 100 സെൻറ്റ് ആണ് ഒരു ഏക്കർ എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ കണക്കാക്കുമ്പോൾ 79.90 സെൻറ്റ് ആണ് നമുക്ക് ടോട്ടൽ ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനെ നമുക്ക് എന്താണ് ഇനി ചെയ്യേണ്ടത്? നമ്മളുടെ 3 മക്കളുണ്ടെങ്കിൽ 3 മക്കൾക്ക് തുല്യമായിട്ട് ഈ ഒരു സെൻറ്റിനെ നമ്മൾ ഭാഗിച്ച് കൊടുക്കണം എന്ന് വിചാരിക്കുക. അതിന് നമുക്ക് 32.53.5202 3 ഭാഗിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിട്ടും നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വാല്യൂവിനെ ഇവിടെ നിന്നും ഹരിക്കണം എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡിവൈഡഡ് ബൈ 3 കൊടുക്കുക. വീണ്ടും ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ലഭിക്കുന്ന ഭൂമിയുടെ അളവ് 1077.840007 സ്ക്വയർ മീറ്റർ ആണ്. ഈ ഒരു വാല്യൂ നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഈ കാൽക്കുലേറ്റർ ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് അവിടെ ഇതൊന്ന് ടൈപ്പ് ചെയ്ത് വയ്ക്കാം. പ്ലോട്ട് 1 ഏരിയ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. ഈക്വൽ ടു കൺട്രോൾ V അടിക്കുന്ന സമയത്ത് 1077.8400 സ്ക്വയർ മീറ്റർ ആണ് ഓരോ പ്ലോട്ടും വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ ഈ പ്ലോട്ടിനെ ഇനി ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. തുല്യമായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം മുകൾ ഭാഗത്തൊരു കോപ്പി ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇതേപോലെ നിങ്ങൾക്ക് അതിൻ്റെ കോപ്പികൾ എത്ര വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതാണ് നമ്മളുടെ സൈറ്റ്. ഈ ഒരു സൈറ്റിനെ നമുക്ക് കൃത്യമായിട്ട് 3 ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. അത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓട്ടോ ക്യാഡിലുള്ള ലിസ്പ് ടൂൾ ഉപയോഗിക്കണം. എന്താണ് ലിസ്പ് ടൂൾ എന്ന് പറയാം? ഓട്ടോ ക്യാഡിൽ നേരത്തെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന സം സെറ്റ് ഓഫ് ടൂളുകളെയാണ് ലിസ്പ് ടൂളുകൾ എന്ന് പറയുക. ഉദാഹരണത്തിന് AD എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പ്ലോട്ടിനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ വശത്തിൻ്റെയും ഡയമെൻഷൻസ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയത് കാണാം. ഇത് ഓട്ടോമാറ്റിക് ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു ലിസ്പ് ടൂൾ ഞാനിതിൽ ഉപയോഗിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഈ ലിസ്പ് ടൂൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ എങ്ങനെയാണ് ലിസ്പ് ടൂൾ എടുക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഗൂഗിളിൽ പോയിട്ട് എൻ്റെ അക്കാഡമിയുടെ പേര് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. സിവിൽ സ്കിൽസ് അക്കാഡമി എന്നാണ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ആണ് ചെയ്യുന്നതെങ്കിൽ ഗൂഗിൾ സെർച്ചിൽ സിവിൽ സ്കിൽസ് അക്കാഡമി എന്ന് പറയുന്ന എൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ കാണുക. അതിലാദ്യം വരുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് മുകളിൽ കോഴ്സസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നൽകുന്ന കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. തൊട്ടടുത്ത് ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിസ്പ് ടൂളുകൾ ഞാൻ നൽകിയിട്ടുണ്ട്. ഇതിൽ പ്ലോട്ട് സബ് ഡിവിഷൻ അല്ലെങ്കിൽ പ്ലോട്ട് ഡിവിഷൻ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന്
നിങ്ങൾ ഈ ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടൺ ഉപയോഗിച്ചിട്ട് ഇതിനെ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇവിടെ നിന്ന് ഓട്ടോ ഡയമെൻഷൻ്റെ ലിസ്പ് ടൂൾ കൂടെ നിങ്ങൾക്ക് ഇതേപോലെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം അത് നിങ്ങളുടെ ഓട്ടോ ക്യാഡിനകത്തേക്ക് നിങ്ങളൊന്ന് ലോഡ് ചെയ്യണം. ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കമാൻഡ് പാനലിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് AP എന്ന് ടൈപ്പ് ചെയ്യുക. ആപ്പ് ലോഡ് എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് കട്ടാണ് AP. എന്നിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പം ഡൗൺലോഡ് ചെയ്ത ഫയലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഈ ഒരു A എന്ന് പറഞ്ഞ് കാണുന്ന ഫയല് ഓട്ടോമാറ്റിക് ഡയമെൻഷൻ ചെയ്യാനുള്ള ഫയലാണ്. ഇവിടെ ഇതേപോലെ ഫയൽ എന്ന് പറഞ്ഞ് മാത്രം കാണുന്നത് നിങ്ങൾക്ക് പ്ലോട്ട് സബ് ഡിവിഷൻ ചെയ്യാനുള്ള ലിസ്പാണ്. ഇതിനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ഇവിടെ ലോഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതേപോലെ ഒരു വാർണിംഗ് വരും. അതിൽ ഓൾവേസ് ലോഡ് എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സക്സസ്ഫുള്ളി ലോഡാണെന്ന് കാണിക്കും. ക്ലോസ് ചെയ്യുക. സോ നമ്മൾ ഈ ഒരു പ്ലോട്ടിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്ക് 3 തുല്യ ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇവിടെ നിന്നും ഒരു ലൈൻ ടൂൾ എടുക്കുക. ലൈൻ ടൂൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലി ഒരു ലൈൻ വരയ്ക്കാം. അത് റോഡിൻ്റെ ആക്സിസ് എങ്ങനെയാണ് പ്ലോട്ടിലേക്ക് ലഭിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരിക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരിക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ആ പ്ലോട്ടിൽ വരുന്ന ഒബ്ജക്റ്റുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇതേപോലെ ചരിച്ചായിരിക്കും ലൈനുകൾ വരയ്ക്കേണ്ടതായിട്ട് വരിക. ഏതായാലും നിങ്ങൾ ഇവിടെ നിന്നും ഒരു ലൈൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണോ പ്ലോട്ട് ഡിവൈഡ് ചെയ്യേണ്ടത് ആ രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുക. ഒരു ലൈൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വരയ്ക്കാവുന്നതാണ്. ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം CD എന്ന് ടൈപ്പ് ചെയ്യുക. CD എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ആ ഒരു പ്ലോട്ടിൻ്റെ പോളി ലൈനെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ വരച്ചിരിക്കുന്ന ആ ലൈനെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു പ്ലോട്ട് ഇതാണോ എന്ന് നോക്കിയിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എനിക്കിപ്പോൾ ഈ ഒരു പ്ലോട്ടാണ് വേണ്ടത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സെൻറ്റ് സ്ഥലത്തേക്കാണത് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അവിടെ 1077.840007 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. 1077.840007 എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സിൽ കുറേ കാര്യങ്ങൾ ചോദിക്കും. അതിൽ S എന്ന് പറയുന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത സമയത്ത് ഒന്ന് ലോഡ് ചെയ്യുന്നത് കാണാം. നിങ്ങൾ ഈ ഭാഗത്തേക്ക് നോക്കിക്കോളൂ. ഈ ഒരു ലൈന് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ആദ്യത്തെ പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കൂ, നേരത്തെ നമ്മൾ വരച്ചിരിക്കുന്ന പൊസിഷനിൽ നിന്നും ആ ഒരു ലൈന് മൂവ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. BO എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അത് ബൗണ്ടറിയുടെ കമാൻഡാണ്. എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ OK അടിച്ചതിന് ശേഷം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം മാത്രം ഒരു ബൗണ്ടറി ആയിട്ട് ഇവിടെ തെളിഞ്ഞ് വരുന്നത് കാണാം. ഒന്നുകൂടെ അകത്ത് ക്ലിക്ക് ചെയ്യുക. എൻ്റർ ചെയ്യുക. അങ്ങനെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം മാത്രം ഒരു പ്ലോട്ടായിട്ട് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഏരിയ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 1077.840 എന്ന് കാണാൻ സാധിക്കും. നമ്മൾ ടൈപ്പ് ചെയ്ത് നൽകിയിരിക്കുന്നത് 1077.84007 ആയിരുന്നു. അപ്പം നമുക്ക് ദശാംശ ചിഹ്നങ്ങൾ 4 ദശാംശ ചിഹ്നങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു 7 റൗണ്ട് ചെയ്തിട്ട് 8401 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾക്ക് ആവശ്യമായ രീതിയിൽ ആ ഒരു പ്ലോട്ടിനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡിവൈഡ് ചെയ്തു. ഇനി ഈ കാണുന്ന വലിയൊരു സെക്കൻഡ് പ്ലോട്ടിനെ നമുക്ക് 2 പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് BO വീണ്ടും അടിക്കുക. നമുക്ക് ഇതിനെ ഒരു ബൗണ്ടറി ആക്കി മാറ്റേണ്ടതുണ്ട്. OK അടിച്ചതിന് ശേഷം ഈ ഒരു പ്ലോട്ടിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടി ഇന്റേണൽ പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് OK അടിക്കുക. അപ്പോൾ ഇതൊരു ബൗണ്ടറി ആയിട്ട് നിലനിൽക്കുന്നത് കാണാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെയിം പ്രൊസീജിയർ ആണ്. ലൈൻ ടൂൾ എടുക്കുക. ഇതിനെ നമുക്ക് എങ്ങനെയാണോ ഡിവൈഡ് ചെയ്യേണ്ടത് ആ രീതിയിൽ ഒരു ലൈൻ വരച്ച് വെക്കുക. എസ്കേപ്പ് അടിക്കുക. നമ്മുടെ കമാൻഡ് എന്തായിരുന്നു? CD എന്നുള്ളതാണ് കമാൻഡ്. എൻ്റർ അടിക്കുക. അതിനുശേഷം നമ്മളുടെ ആ ഒരു ബൗണ്ടറി പ്ലോട്ടിൻ്റെ ബൗണ്ടറി സെലക്ട് ചെയ്യുക. നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ലൈനെ സെലക്ട് ചെയ്യുക. നമുക്ക് വേണ്ട ഏരിയ വരുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ എത്രയാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് നൽകുക. നിങ്ങൾക്ക് തുല്യമായിട്ടാണ് ഭാഗിക്കേണ്ടതെങ്കിൽ 1077.84001 എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം വരുന്ന ഡയലോഗ് ബോക്സിൽ നിങ്ങൾക്ക് S എന്ന് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ലോഡാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലോഡായതിനു ശേഷം ഈ ഒരു പ്ലോട്ടിൽ ഈ ഒരു ലൈന് ചേഞ്ച് ആവുന്നത് കാണാം. നമുക്ക് ഇവിടെ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാം. BO എൻ്റർ അടിച്ചതിന് ശേഷം ഓക്കെ, ഇതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്തു, വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്തു, ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബൗണ്ടറി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിലും 1077.8401 എന്ന് കാണാം. ഇവിടെ ക്രിയേറ്റ് ആയ ഈ ബൗണ്ടറിയുടെ ഏരിയ നമുക്ക് നോക്കാം. BO എന്ന് ടൈപ്പ് ചെയ്യുന്നു, അതിനുശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. ഇതിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതും 1077.84 എന്ന് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ തുല്യമായിട്ട് നമ്മൾ ഈ പ്ലോട്ടിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇതിനെ ഇനി നിങ്ങൾക്ക് ഒരു 5 സെൻറ്റ് സ്ഥലത്തേക്ക് വീണ്ടും ഈ ഒരു പ്ലോട്ടിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ നിങ്ങൾ 5 സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ അത് എത്ര m² ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. 1 സെൻറ്റ് സ്ഥലം എന്ന് വെച്ചാൽ 40.47 m² ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 5 സെൻറ്റ് സ്ഥലം എന്ന് വെച്ചാൽ 202.35 m² ആണ് എന്ന് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബൗണ്ടറിയാണ്, നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒരു ലൈൻ എടുക്കണം. ഇപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലം വേണ്ടത്, അപ്പോൾ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടതെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം CD എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു പ്ലോട്ട് ബൗണ്ടറിയെ നിങ്ങൾ സെലക്ട് ചെയ്യുക, നിങ്ങളുടെ ലൈനെ സെലക്ട് ചെയ്യുക. ഈ ഒരു പ്ലോട്ടാണ് നിങ്ങൾക്ക് 5 സെൻറ്റ് ആക്കി മാറ്റേണ്ടതെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യേണ്ട ഭാഗത്ത് 202.35 ടൈപ്പ് ചെയ്യുക. 202.35 ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിനെ എൻ്റർ ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾ S കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ലോഡ് ആവുന്നത് കാണാം. ഈ 5 സെൻറ്റ് സ്ഥലം നമ്മൾ വരച്ചിരിക്കുന്ന ആ ലൈനിൻ്റെ ആകൃതിയിൽ എത്രത്തോളം സ്ഥലത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് കാണാം. ഇതാണ് 5 സെൻറ്റ് സ്ഥലമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുക. ഇതിനെ നമുക്കിങ്ങനെ 5 സെൻറ്റോ 10 സെൻറ്റോ 20 സെൻറ്റോ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. സോ അതിനുശേഷം നമുക്ക് ഇവിടെയൊക്കെ ഇതിനൊക്കെ ഓട്ടോ ഡയമെൻഷൻസ് കൊടുക്കണമെങ്കിൽ വീണ്ടും AP അടിച്ചതിന് ശേഷം നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഓട്ടോ ഡയമെൻഷൻ്റെ ടൂള് ഇതിനകത്തേക്ക് ലോഡ് ചെയ്യാവുന്നതാണ്. ഓൾവേസ് ലോഡ് ഓപ്ഷൻ അടിക്കാം, അതിനുശേഷം ക്ലോസ് ചെയ്യാം. ഓട്ടോ ഡയമെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കേണ്ട ടൂള് AD എന്നുള്ളതാണ്. ഓട്ടോ ഡയമെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് AD എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ പ്രസ് എൻ്റർ ടു കണ്ടിന്യൂ എന്ന് കാണിക്കും, അവിടെ എൻ്റർ അടിക്കുക. അതിനുശേഷം നമ്മളുടെ ബൗണ്ടറി ഏതാണോ ആ ബൗണ്ടറി സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ ആ ബൗണ്ടറിയുടെ എല്ലാ ഭാഗങ്ങളും ഓട്ടോ ഡയമെൻഷൻ അവിടെ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഡ്രോയിങ് വളരെയധികം 10x ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കും. ഇതേപോലെ നിങ്ങൾക്കറിയാത്ത നമുക്ക് പ്രാക്ടിക്കലി അത്യാവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കോഴ്സായിരിക്കും നമ്മളുടെ CAD മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കിടെക്ചറലായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡ്രോയിങ് അറിയില്ല, നിങ്ങൾക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയാം. പക്ഷേ പ്രൊഫഷണലി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയില്ല, സ്ട്രക്ചറലി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയില്ല, ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങുകളൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയില്ല, കൺസ്ട്രക്ഷൻ ലേഔട്ട്, അതേപോലെ ഫേർണിച്ചർ ലേഔട്ട്, ഇൻറ്റീരിയർ ലേഔട്ട്, ഇതൊക്കെ എങ്ങനെ വരയ്ക്കണം എന്നറിയില്ലെങ്കിൽ മറക്കാതെ ഫസ്റ്റ് കമൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ക്ലാസ്സിൽ കാണാവുന്നതാണ്. വളരെ കുറഞ്ഞ ഫീസ് മാത്രമേ നമ്മൾ നിങ്ങളുടെ അടുത്ത് നിന്ന് മേടിക്കുന്നുള്ളൂ. ലൈഫ് ടൈം ആക്സസ് നമുക്ക് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ക്ലാസ് റീവാച്ച് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇന്ന് പഠിച്ചതിന് ശേഷം 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ക്ലാസ് കാണണമെങ്കിൽ അങ്ങനെയും പഠിക്കാൻ സാധിക്കും. സോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളെയും എൻ്റെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഈ ടൂളുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.